ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അച്ചായൻസ് ഗോൾഡിലെ അച്ചായനുള്ള ഒരു തുറന്ന കത്ത് എന്ന് പറയുന്ന പോലെ ഒരു തുറന്ന വീഡിയോ ആണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ അച്ചായനെ കുറ്റം പറയുന്ന ആൾക്കാരോട് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്യാം. ആ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്. സമാധാനമായല്ലോ, കുറേ എണ്ണത്തിന്റെ സൂക്കേടങ്ങ് തീർന്നു കിട്ടിയല്ലോ. ഇതായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചത്? അച്ചായൻ എങ്ങനെയെങ്കിലും ചാരിറ്റി പ്രവർത്തനം നിർത്തണം എന്നുള്ളതായിരുന്നോ നിങ്ങളുടെ ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം അതാ സഫലമായിട്ടുണ്ട്. അച്ചായൻ പരിപാടി നിർത്തി അല്ലേ? കുറേ എണ്ണത്തിന് വല്ലാത്ത സൂക്കട. ഒന്ന് ആലോചിക്കുക, അച്ചായൻ ചാരിറ്റി പ്രവർത്തനത്തിന്റെ മറവിൽ പരസ്യമാണ് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പരസ്യം കൂടെ ആ കൂട്ടത്തിൽ നടത്തുന്നു. മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കുറേ എണ്ണത്തിന്റെ സൂക്കട. ആണെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? സുഗന്ധത്തിൽ ഞാൻ ആര്യത്തിലേക്കും ആഗ്രഹം അവളെ ചുംബിച്ചു. വാഷിംഗ് പൗഡർ നിർമ്മ ഇങ്ങനെയുള്ള പരസ്യം കൊണ്ട് ആർക്കെന്താ ഗുണം? പാവപ്പെട്ടവൻ എന്താ ഗുണം ഒന്ന് പറഞ്ഞേ. ഓക്കെ, അത് നമ്മൾ സമ്മതിക്കുന്നു. ചില കമ്പനിക്കാർക്ക് അതാണ് ഇഷ്ടം. അതായത് അവരുടെ താല്പര്യം അതാണ്, അവരുടെ പ്രോഡക്റ്റ് ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് അവർ ആ രീതിയിലുള്ള പരസ്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് ആ പരസ്യ കമ്പനികൾക്ക് ഗുണം, കുറേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നു, എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. നല്ല പ്രോഡക്റ്റാണെങ്കിൽ ആൾക്കാർ വാങ്ങി ഉപയോഗിക്കുന്നു. അത് മറ്റൊരു പരസ്യ രീതിയാണെന്ന് കൂട്ടിക്കോ, ഇത് വേറൊരു പരസ്യ രീതിയാണെന്ന് വിചാരിച്ചോ. ഇനിയിപ്പോൾ എന്നാ കുഴപ്പം? എൻ്റെ പൊന്നട അച്ചായൻസ് ഗോൾഡിന്റെ പരസ്യം ഈ ഒപ്പം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാം. ഇതൊക്കെ ആദ്യം തൊട്ടേ ഇദ്ദേഹം ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോൾ തൊട്ടേ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പരസ്യവും നടക്കുന്നുള്ള കാര്യം. അതിനിപ്പോൾ എന്താ കുഴപ്പം? കുറച്ച് പേർക്ക് ആ കൂട്ടത്തിൽ സഹായം കിട്ടുന്നുണ്ടല്ലോ. എത്ര പേർക്ക് വീട് കിട്ടുന്നുണ്ട്? മരുന്നിന് പോലും പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് അദ്ദേഹം എത്ര രൂപ കൊടുക്കുന്നുണ്ട്? ഇപ്പം എന്നെ കുഴപ്പം? പരസ്യം നടക്കട്ടെന്ന്. ശരിയാണ്, ഇത് ഭയങ്കര കഷ്ടം തന്നെയാണല്ലോ. ഇനിയും വീടില്ലാത്ത എത്രയോ പേർക്ക് വീട് ലഭിക്കേണ്ടതായിരുന്നു. എത്രയോ പേർക്ക് സഹായം നൽകേണ്ട ആളായിരുന്നു അച്ചായൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെല്ലാം നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ എണ്ണത്തിന്റെ സൂക്കേട് അങ്ങോട്ട് തീർന്നു. പട്ടിയോട്ട് പുല്ല് എന്നെത്തൂല്ല, പശുവിനെ കൊണ്ടിട്ട് തീറ്റിക്കത്തും ഇല്ലെന്ന് പറഞ്ഞ പോലെ. സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സിലാണെങ്കിൽ മനുഷ്യസ്നേഹികളെ മുട്ടിയിട്ട് നടക്കാൻ മേല. പക്ഷെ ഇവരുടെയൊക്കെ മനുഷ്യസ്നേഹം മറ്റുമൊക്കെ ഈ കമന്റിലും മറ്റുമൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും അച്ചായനെ പോലുള്ളവർ പുറത്തോട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നു. മനസ്സിലായോ? ഒരു വല്ലാത്ത നാട് തന്നെ. വയറ് വിശന്ന് ഒട്ടി ഒരു ജീവി വന്നു കഴിഞ്ഞാൽ, പട്ടിയോ പൂച്ചയോ വന്നു കഴിഞ്ഞാൽ അതിലൊരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുഴപ്പം. എന്നാൽ പോട്ടെ, എന്നാൽ പിന്നെ മനുഷ്യനെ സഹായിച്ചേക്കാന്ന് പറഞ്ഞു അച്ചായനെ പോലുള്ള ആൾക്കാർ വന്ന് മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അവിടെയും പ്രശ്നം. എന്താ ആക്ച്വലി നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഞാൻ തുടക്കത്തിൽ അച്ചായനോടുള്ള ഒരു തുറന്ന കത്ത് അല്ലെങ്കിൽ തുറന്ന വീഡിയോ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അച്ചായൻ കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഈ വീഡിയോ കേൾക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നെ അച്ചായ, ഇതുപോലെയുള്ള വട്ടുപിടിച്ചവന്മാരൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ നാടുകളിലുണ്ട്. ഇവന്മാരെ കൊണ്ട് നാടിനൊന്നും ഒരു ഗുണവുമില്ല. ഇവരൊക്കെ വല്ലതും പറയുന്നത് കേട്ടോണ്ട് അച്ചായൻ ഇങ്ങനെ മനപ്രയാസപ്പെടാതെ. എനിക്ക് മനസ്സിലാക്കിയിടത്തോളം അച്ചായൻ്റെ മനസ്സെന്ന് പറഞ്ഞു ഞാൻ ഒരു സാധു മനസ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ കട്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അച്ചായൻ ഇത്ര ആൾക്കാർക്ക് സഹായം ചെയ്തൊക്കെ കൊടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ഇത്ര നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നുള്ളതെന്ന്, ബിസിനസ്സൊക്കെ നടത്തുന്നു. എന്നിരുന്നാലും അച്ചായൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കട്ടിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഇവന്മാരൊക്കെ കിടന്ന് അവിടെയൊക്കെ കിടന്ന് ചലിച്ചെന്ന് പറഞ്ഞാൽ അച്ചായൻ എന്തിനാ സങ്കടപ്പെടുന്നത്? എത്രയോ പേര് അച്ചായൻ്റെ കൂടുതലുണ്ട്. എത്രയോ പേർക്ക് അച്ചായനെ സഹായിക്കാനുള്ള, ഇനിയും അച്ചായൻ്റെ സഹായം പ്രതീക്ഷിച്ച് എത്രയോ പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ അച്ചായൻ സഹായിച്ച അച്ചായൻ മുമ്പോട്ട് പോവുക. അല്ലാതെ ഈ തെരുവിൽ കിടന്ന് കുറേ പട്ടികൾ കുറച്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു കുറയ്ക്കേണ്ട കാര്യമുണ്ടോ? അതിനൊന്നും ആവശ്യമൊന്നുമില്ല. അമ്മയോടൊക്കെ പോകാൻ പറയും. ഇപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കണ്ടോ, എനിക്ക് വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല, 32K ഉള്ളൂ. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇൻബോക്സിൽ വരെ വന്ന് തള്ളയ്ക്കുന്ന എന്തെങ്കിലും വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാനായിട്ടാ? അതായത് വഴി നിന്നുകൊണ്ട് ഒരുത്തൻ തുണി മുക്കി കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് തുണി മുക്കി കാണിക്കണം. അവൻ തുണി മുക്കി കാണിച്ചാൽ അതിൻ്റെ നാണക്കേട് അവനാണ്. അത്രേ ഉള്ളൂ. നമ്മൾ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. സൈബർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുന്ന് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാം, നാളെ എനിക്കും വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മിണ്ടായിരിക്കുന്നു. അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അച്ചായനോട് ഞാൻ ഈ പറയുന്നത് ഒരു അനിയൻ്റെ വാക്കുകളായിട്ട് എടുക്കുക. അച്ചായൻ കോട്ടയം നഗരത്തിൽ, അതായത് കോട്ടയംകാർക്കറിയാം, കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ തിരുനക്കര ബസ് സ്റ്റാൻഡ് നഗരസഭ മൊത്തം ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ എത്രയോ കൊല്ലങ്ങളായി. അപ്പോൾ അവിടെ വരുന്ന യാത്രക്കാർ ആ പൊരിവെയിലത്ത് നിൽക്കുന്നത് കണ്ടിട്ട് അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അത് അച്ചായനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അച്ചായ. കോട്ടയംകാർക്ക് അത് കൃത്യമായിട്ട് അറിയാം. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ജില്ലക്കാർക്ക് മനസ്സിലാവുമല്ലോ. എൻ്റെ പൊന്നച്ചായ, അച്ചായനെ ഉപദേശിക്കാനുണ്ടൊന്നും ഞാൻ ആളല്ല. എന്നിരുന്നാലും ഒരു അനിയൻ്റെ വാക്കുകളായിട്ട് മാത്രം കരുതിയാൽ മതി. എൻ്റെ പൊന്നച്ചായ, ഞാനൊരു കോട്ടയംകാരനാണ്. അതുകൊണ്ട് അച്ചായൻ ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അതിനകത്ത് ഒരു ഉദാഹരണമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അപ്പോൾ അച്ചായൻ ഒരു കാരണവശാലും ഇതൊരു ഉപദേശമായിട്ട് ഒന്നും എടുക്കരുത്. ഒരു അനിയൻ്റെ വാക്കുകളായിട്ട് മാത്രം കരുതുക. എൻ്റെ പൊന്നച്ചായ, നമ്മുടെ ഈ നാട്ടുകാരെന്ന് പറഞ്ഞാണല്ലോ, നമ്മളിവിടെ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചെന്ന് പറഞ്ഞാൽ പോലും അതിന് കുറ്റം പറയാൻ 100 അല്ല 10,000 കണക്കിന് ആൾക്കാർ കാണും. പിന്നെ അതുപോലെ തന്നെ അച്ചായൻ്റെ ഒരു കിഡ്നി ദാനം ചെയ്താൽ പോലും അതിനകത്തും കുറ്റം കണ്ടുപിടിക്കേണ്ട ആൾക്കാരുണ്ടായിരിക്കും. നെവർ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവനൊക്കെ എന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയ കിടന്നുകൊണ്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യാനായിട്ടും ഒക്കെ പറ്റത്തുള്ളൂ. അത്രയുള്ളൂ. ഇപ്പം ഞാൻ ഉൾപ്പെടെ ആണെങ്കിൽ കുട്ടിക്കോ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാനായിട്ടൊക്കെ എന്നെ കൊണ്ട് ഒക്കത്തുള്ളൂ. പക്ഷേ കാശ് ഇഷ്ടം പോലെ കയ്യിലുള്ള ആൾക്കാരുണ്ട്.
അവർ പോലും ഒരു 10 രൂപ കൊടുക്കാൻ മടിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ആൾക്കാർ. പക്ഷെ അച്ചായനെ പോലുള്ള ആൾക്കാർ അച്ചായൻ്റെ കയ്യിലുള്ള പൈസ, സ്വന്തം കയ്യിലെ പൈസ മുടക്കിയാണ് ഈ സഹായമൊക്കെ ചെയ്യുന്നത്. ആ മനസ്സൊന്നും എല്ലാവർക്കും വരത്തില്ല ചായ. അപ്പോൾ അച്ചായനെ പോലുള്ളവർ ഒരു കാരണവശാൽ ഈ ചാരിറ്റി പ്രവർത്തനം നിർത്തരുതെന്ന ആണ് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞത്. കാരണം അച്ചായനെ പ്രതീക്ഷിച്ച് ഒത്തിരി പാവപ്പെട്ട ജനങ്ങൾ ഇനിയും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇവന്മാരൊക്കെ പറഞ്ഞാൽ അച്ചായനെതിനാ പുറകോട്ട് വലിയുന്നത്, പോകാൻ പറയാം അവന്മാരോടൊക്കെ. അപ്പോൾ ഒരു അനിയൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒന്നുകൂടെ പറയാണ്, അച്ചായ ഒരു കാരണവശാലും ഈ ചാരിറ്റി പ്രവർത്തനം ഒന്നും നിർത്തരുത്. ഒരു അനിയൻ്റെ അഭ്യർത്ഥനയാണ്, പ്ലീസ്.